നമസ്കാരം. MCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SN പുരം കട്ടൻ ബസാറിൽ വീട് ആക്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. മാള പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളുടെ സമരം രാഷ്ട്രീയ പകപോക്കലെന്ന് ഭരണസമിതി. ജില്ലയിൽ ന്യൂനപക്ഷങ്ങളെയും CPM-നെയും ടാർഗറ്റ് ചെയ്ത് ആസൂത്രിതമായ ആക്രമണങ്ങളാണ് RSSും സംഘപരിവാറും നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. SN പുരം കട്ടൻ ബസാറിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ വീട് ആക്രമിച്ച കേസിൽ 5 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. SN പുരം ഇല്ലിച്ചോട് സ്വദേശി മുടിയക്കര വീട്ടിൽ ആസാദ്, പതിയാശ്ശേരി കുമ്പളത്ത് ഫൈസൽ, കാര കാതിയാളം കൊള്ളിയിൽ ഗസിൽ, അഞ്ചങ്ങാടി കാരപ്പറമ്പിൽ സുമൈൽ, കാര കൊയിനിപ്പറമ്പിൽ സുൽഫിക്കർ എന്നിവരെയാണ് മതിലകം SI KS സുശാന്തും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ 17-നായിരുന്നു സംഭവം. മുസ്ലിം ലീഗ് SN പുരം പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ കരീമിന്റെ വീടിന് നേരെയാണ് ക്വാളിസ് കാറിലെത്തിയ പ്രതികൾ കല്ലെറിഞ്ഞത്. കല്ലേറിൽ വീടിന്റെ ജനൽച്ചില്ല് തകരുകയും കരീമിന്റെ മകൻ മുഹമ്മദ് സിയാദിന് കാലിൽ മുറിവേൽക്കുകയും ചെയ്തു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ സനസ് ഗൾഫിലേക്ക് കടന്നതായി പോലീസ് പറഞ്ഞു. മേത്തറ സ്വദേശി പടമാട്ടുമൽ ജെറിന്റെ സ്വിഫ്റ്റ് കാർ വാടകയ്ക്കെടുത്ത് മറിച്ചുവിറ്റ കേസിലും പ്രതിയാണ് അറസ്റ്റിലായ ആസാദ്. പ്രതികളെ ഫെബ്രുവരി 1 ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. മാള പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളുടെ സമരം രാഷ്ട്രീയ പകപോക്കലെന്ന് ഭരണസമിതി. തെരുവ് വിളക്ക് ഫണ്ട് തിരിമറി നടത്തിയെന്നാരോപിച്ച് മാള പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ ജനുവരി 31 രാവിലെ പഞ്ചായത്തിന് മുന്നിൽ വായ്മൂടിക്കെട്ടി കുത്തിരിപ്പ് സമരം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പത്രപ്രസ്താവന ഇറക്കുകയും മാധ്യമങ്ങളോട് നേരിട്ട് വിശദീകരണം നടത്തുകയും ചെയ്തത്. മാള ഗ്രാമപഞ്ചായത്തിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ 1 വർഷത്തെ മാതൃകാപരവും ജനോപകാരപ്രദവുമായ നിലപാടുകളെ കരിതേച്ച് കാണിക്കുന്നതിനും പഞ്ചായത്ത് പ്രസിഡന്റിനെ വ്യക്തിപരമായി കരിതേച്ച് കാണിക്കുന്നതിനും വേണ്ടി നടത്തിയ ഒരു സമരമാണ് ഇന്ന് രാവിലെ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടത്തിയത്. BJP അംഗങ്ങളുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെയും BJP അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെട്ട സമരാഭാസത്തിൽ ഞങ്ങൾ അതിനെ പുച്ഛിച്ചു തള്ളുന്നു. രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിലാണ് മാള പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അണികളെയും കൂട്ടി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇന്നൊരു സമരം നടത്തിയത്. ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് നിന്നുകൊണ്ട് ഒരു സമരം നടത്തിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായി ഞാൻ പല സമരങ്ങളിലും പങ്കെടുത്തെങ്കിലും പഞ്ചായത്തിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ വരുന്നവരെ തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു സമരത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് നടത്തിയ സമരം സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, അതുപോലെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സമരമാണെന്ന് ഇവിടെ അരങ്ങേറിയത്. നമുക്കറിയാം, കുറേ കാലങ്ങളായി പഞ്ചായത്തിലും പഞ്ചായത്തിൻ്റെ വിവിധ സമീപ പ്രദേശങ്ങളിലും അരങ്ങേറുന്ന BJP കോൺഗ്രസ് കൂട്ടുകെട്ടാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. BJP കോൺഗ്രസും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ ഇവിടെ അരങ്ങേറിയത്. ഈ രീതിയിലുള്ള, അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും ജനപ്രതിനിധികൾ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനും അതുപോലെ തന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു സമര ആഭാസമായിട്ടാണ് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ കോമ്പൗണ്ടിനകത്ത് നടത്തിയ സമരം കേട്ടുകേൾവി പോലുമില്ലാത്തതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ പറഞ്ഞു. BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യം നിലനിൽക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇതെന്നും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ജനം തിരിച്ചറിയണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മുസരിസ് പദ്ധതിയുടെ ആദ്യ ഡയറക്ടർ ബോർഡ് യോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായ പുല്ലോറ്റ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോളേജിനോട് ചേർന്ന അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 നടന്ന യോഗത്തിൽ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ 3 മണിക്കൂർ നീണ്ട യോഗം വിലയിരുത്തി. ഓരോ പദ്ധതിയും പ്രത്യേകം പരിശോധിക്കുകയും നിലവിലെ അവസ്ഥയെക്കുറിച്ച് അവലോകനം നടത്തുകയും ചെയ്തു. ഫെബ്രുവരി 17 ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും രൂപരേഖ തയ്യാറാക്കുവാനും യോഗം തീരുമാനിച്ചു. പദ്ധതി പ്രദേശത്തെ MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ മാസ്റ്റർ, VD സതീശൻ, S ശർമ്മ തുടങ്ങിയവരും മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. ഇടതു സർക്കാർ നിലവിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ യോഗമാണിത്.
ജില്ലയിൽ ന്യൂനപക്ഷങ്ങളെയും CPM-നെയും ടാർഗറ്റ് ചെയ്ത് ആസൂത്രിതമായ ആക്രമണങ്ങളാണ് RSSും സംഘപരിവാറും നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ. കയ്പമംഗലം വഴിയമ്പലത്ത് കഴിഞ്ഞ ദിവസം RSS ആക്രമണത്തിൽ പരിക്കേറ്റ പരത്തെഴുത്ത് റാഫിയുടെ വീട് സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ക്രിമിനലുകളെ മുഴുവൻ തന്നെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള മാഫിയകളെയും ഇപ്പോൾ RSSൻ്റെയും BJPയുടെയും പിന്നിൽ അണിനിരത്തിക്കൊണ്ട് CPM-നെതിരായിക്കൊണ്ടുള്ള അക്രമം അഴിച്ചുവിടുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലടക്കം ഈ ഗുണ്ടകളെയും മാഫിയകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPM-നെതിരായിക്കൊണ്ട് CPM പ്രവർത്തകർക്കെതിരായിക്കൊണ്ട് അക്രമം അഴിച്ചുവിടുക എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ചും DYFIയുടെയൊക്കെ തന്നെ ചെറുപ്പക്കാരെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി കീഴടക്കി തങ്ങൾ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ മുന്നിൽ ചൂളിപ്പോകുന്നവരല്ല നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറിയാം. അപ്പോൾ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ഇതിനെ ഇറക്കി വിടുന്ന ആളുകൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നാട്ടിലെ ഇത്തരം ക്രിമിനൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ജനങ്ങളെല്ലാം ഒന്നുചേരണം. CPM-ഉം DYFIയും കാണിക്കുന്ന സംയമനം ബലഹീനതയെ കാണേണ്ടതില്ലെന്നും നാട്ടിലെ കഞ്ചാവും മദ്യമയക്കുമരുന്ന് മാഫിയകളെ കൂട്ടുപിടിച്ചാണ് RSS ആക്രമണം നടത്തുന്നതെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ ഒന്നായി മുന്നോട്ട് വരണമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. BS ശക്തിധരൻ, KH സുൽത്താൻ, PM മോഹൻദാസ്, CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC മനോജ് എന്നിവർ ജില്ലാ സെക്രട്ടറിയോടൊപ്പം ഉണ്ടായിരുന്നു. എയർ റൈഫിളിൽ നിന്നും വെടിയേറ്റെന്ന് സംശയിക്കുന്ന മണി എന്ന നായയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ട് ജീവനം തനിക്ക് വെറും കച്ചവടമില്ലെന്ന് തെളിയിച്ച് ഒരു ചായക്കടക്കാരൻ. കൊടുങ്ങല്ലൂർ മേത്തല കോരിശ്ശേരി സുരേഷ് വർഷങ്ങളായി ഭക്ഷണം നൽകി വരുന്ന തെരുവ് നായ മണിയുമാണ് കഥാപാത്രങ്ങൾ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റോഡിൽ വെടിപൊട്ടുന്നത് പോലുള്ള ശബ്ദം കേട്ട് നോക്കിയ സുരേഷ് കണ്ടത് നടക്കാനാകാതെ നിലത്തെഴയുന്ന മണിയെയാണ്. നാടൻ വൈദ്യമൊക്കെ പ്രയോഗിച്ചെങ്കിലും ഫലമില്ലാതെ വന്നതിനെ തുടർന്ന് നായയെ സുരേഷ് കൊടുങ്ങല്ലൂർ പടാക്കുളത്തുള്ള മൃഗാശുപത്രിയിലെത്തിക്കുകയായിരുന്നു. റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങിയതിനെ തുടർന്ന് മുറിഞ്ഞ വലതുകാലിൽ മരുന്ന് വെച്ച് കെട്ടുകയും ചെയ്തു. എന്നാൽ നായയുടെ ദേഹത്ത് വെടിയേറ്റ പാട് കണ്ടില്ലെന്നാണ് മൃഗഡോക്ടർ പറഞ്ഞതെങ്കിലും മണിക്ക് വെടിയേറ്റ് തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നു. സുരേഷിന്റെ കാരണത്തിൽ ചികിത്സ ലഭ്യമായെങ്കിലും ഇനിയും എഴുന്നേറ്റ് നടക്കാനാകാത്ത അവസ്ഥയിലാണ് മണി. കുക്കിനെ വെടിവെക്കുന്ന ആ വെടികൊണ്ടിട്ടുള്ള സംശയം. കാരണം ഇതൊരു 4 നായകൾ കൂടി ഒന്നിച്ച് നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്. അപ്പം ഒരു ടോന്നർ വെച്ചിട്ട് ആ ഒച്ച കേൾക്കലും മറ്റേ നായകൾ അവിടെ നിന്ന് പതുക്കനെ തടിയെപ്പി വിടുന്നു. ഞാനിത് ഒറ്റയ്ക്കായി അങ്ങനെ അതവിടെ എഴിഞ്ഞ് പോരണം നമ്മൾ കണ്ടായി. അപ്പം എൻ്റെ കൂടെ 2 സ്ത്രീകളുണ്ടായിരുന്നു, അവിടെ നിൽക്കണ്ടായി. ഇത് കണ്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 പിള്ളേർ വന്ന് ആ പട്ടിക്ക് വല്ലതും പറ്റിയ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറ്റിയല്ല. പിന്നെ സുരേഷിനാണ് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആൾ. അപ്പോൾ അയാൾ വന്നിട്ട് അയാളോട് പറയാം, വിവരം പറയാം. എന്താണെന്ന് വെച്ചുകൊണ്ടോട് നമ്മൾ ചോദിച്ചില്ല. കാരണം ഈ വെടിവെക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തകരാറ് പിടിച്ച പ്രശ്നമുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ആ വെടിവെച്ച ആൾ ശരിക്കും ഇപ്പോൾ പൈസ ഒന്നും അയച്ചിട്ടുണ്ട്. എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ വേണ്ടി അപ്പം പറഞ്ഞ പൈസ ഞാൻ പറഞ്ഞേ അയാൾക്ക് എന്ന് പറഞ്ഞാൽ കൊക്കിന് വെടി വെച്ചിട്ട് കൊണ്ടുപോയതാണ്. അല്ലാണ്ട് അബദ്ധം പറ്റിയേക്കണം. ഇതിന് വെടി വെച്ചേക്കണല്ല. കൊക്ക് അവിടെ 2-3 ഉണ്ട് പോത്തിൻ്റെ അടുത്ത്. ഗാന്ധി ഘാതകർ, രാജ്യദ്രോഹികൾ, അവരെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി AIYF കയ്പമംഗലം കമ്മിറ്റി കാരയിൽ സംഘടിപ്പിച്ച മതേതരത്വ സംരക്ഷണ സദസ്സ് CPI സംസ്ഥാന കമ്മിറ്റി അംഗം R ശശി ഉദ്ഘാടനം ചെയ്തു. ദേശീയഗാനത്തിന് എണീറ്റ് നിൽക്കണമെന്ന സ്ഥിതി വന്നപ്പോൾ ഏതാനും ആളുകൾ എണീറ്റ് നിൽക്കാതെയിരുന്നു. എന്നാൽ കമൽ അതിനെ ന്യായീകരിക്കാൻ പോയില്ല. എന്നാൽ ആ കമലിനെതിരെ RSSകാർ ഉറഞ്ഞുതുള്ളി. കമൽ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്നൊന്നും തിരിച്ചറിയാതെ ഒരു ചലച്ചിത്ര പ്രതിഭയായി നോക്കിക്കണ്ടവരായിരുന്നു എക്കാലത്തും കേരളീയർ. കമൽ കമലഹാസനാണോ കമലാസനാണോ എന്നൊന്നും ആളുകൾ തിരക്കിയില്ല. എന്നാൽ RSSകാർ അവരുടെ കപട ദേശീയതയുടെ ഭാഗമായി മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കമലിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേര് തികഞ്ഞു നോക്കുമ്പോൾ കമാലുദ്ദീൻ മുഹമ്മദ് മജീദ് എന്നാണ് യഥാർത്ഥ പേര് എന്ന് തിരിച്ചറിഞ്ഞപ്പോ പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയുമോ BJPക്കാർക്ക്? BJPയുടെ ജില്ലാ പ്രസിഡന്റ് നാഗേഷിന്റെ നേതൃത്വത്തിൽ കമലിന്റെ വീട്ടുപടിക്കൽ സമരം. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫി അധ്യക്ഷത വഹിച്ചു.
ഇ.ടി. ടൈസൺ മാസ്റ്റർ MLA, പ്രിയനന്ദനൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, റഫീഖ് മാടവന, ബക്കർ മേത്തല, കുട്ടി കൊടുങ്ങല്ലൂർ, PV മോഹനൻ, മിനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, നോട്ട് പ്രതിസന്ധി പിൻവലിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ 4 വരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മാള യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ എറിയാട് ലോക്കൽ സെക്രട്ടറി KP രാജൻ ഉദ്ഘാടനം ചെയ്തു. VR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, വിനീത ഉണ്ണികൃഷ്ണൻ, KK മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. NREG പുത്തഞ്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വടക്കുംപുരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P തങ്കം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അരിയില്ല. ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അരി എന്നുള്ള നിയമം പോയി, മനസ്സിലായോ? എല്ലാവർക്കും എന്നുള്ള നിയമം APL BPL വന്നപ്പോൾ പോയി. ഇനി സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ഇല്ല. അങ്ങനെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഇനി കുറച്ചാളുകൾക്ക്, ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന അരി പോലും നമുക്ക് കിട്ടില്ല. അപ്പം നമ്മുടെ എല്ലാം അരി വെട്ടിക്കുറച്ചു. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ പലരും പറഞ്ഞു, നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരല്ല, ഇവിടുത്തെ ആൾക്കാരെ അറിയാത്തവർ പറഞ്ഞു പിണറായി എല്ലാം വരും, എല്ലാം ശരിയാവെന്ന് പറഞ്ഞു. ശരിയായി അരിയൊക്കെ പോയില്ലേ ചോദിച്ചില്ലേ പലരും. AN മോഹനൻ, റോമി ബേബി, MM നൌഷാദ്, VN രാജേഷ്, സിനി അൻവർ, PK ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ CPM മാള ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VV ജയരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം TV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ ചന്ദ്രൻ, KK തങ്കപ്പൻ, KV അനിൽ, സുലോചന സുധാകരൻ, CK സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി പോസ്റ്റ് ഓഫീസിനുള്ളിൽ നടത്തിയ ധർണ CATU നാട്ടിക ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രത്നചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, CPM എടത്തുരുത്തി ലോക്കൽ സെക്രട്ടറി KG സുഖ്ദേവ്, ചന്ദ്രാപിന്നി ലോക്കൽ സെക്രട്ടറി MK ഫൽഗുണൻ, KR ഹരി എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനമ്പിക്കുന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPM കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി PC മനോജ് ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗദീജ ഹംസ അധ്യക്ഷത വഹിച്ചു. NK സുരേഷ്, KM വിജയൻ, KC ശേഖരൻ, BS ശക്തിധരൻ എന്നിവർ സംസാരിച്ചു. NREG യൂണിയൻ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. റേഷൻ കുടിശ്ശിക വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച്. എറിയാട് ലോക്കൽ സെക്രട്ടറി KP രാജൻ ഉദ്ഘാടനം ചെയ്തു. VR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, വിനീത ഉണ്ണികൃഷ്ണൻ, KK മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും പുകയില ഉൽപ്പന്നങ്ങൾക്കുമെതിരെ തെരുവ് നാടകം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ PB കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാസ്നേഹികളെ, പ്രശസ്ത ഗായകനായ പരമാവധി പരമൻ, അതായത് ഞാൻ അവതരിപ്പിക്കുന്ന കലാപ്രസംഗം ആരംഭിക്കുകയാണ്. എക്സൈസ് CI TK അഷറഫ്, TK ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് രജത ജൂബിലി വാർഷികം ആഘോഷിച്ചു. അഡ്വക്കേറ്റ് സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK അശോകൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി VV പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആ യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ആ 250 മേലെ മെമ്പർഷിപ്പുള്ള യൂണിറ്റുകൾ വിഭജിക്കാവുന്ന ഒരു ബൈലോ അമെൻമെന്റ് നമ്മുടെ ബൈലോയിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ആലോചിച്ചാൽ കുറെ കൂടി, പ്രത്യേകിച്ച് വയസ്സായ വയോജനങ്ങളായിട്ടുള്ള നിരന്തരമായ സംഘടനാ പ്രവർത്തനം നടത്തുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. രാവിലെയോ അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞോ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രായത്തിന്റെ ഒരു ആധിക്യം ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗൗരവപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഴിയാത്തൊരു സ്ഥിതി സംജാതമായ ജോയ് മണ്ഡകത്ത്, K അനീഫ, AR ശങ്കരൻ, VP വേലായുധൻ, P രുക്മണി തുടങ്ങിയവർ സംസാരിച്ചു.
മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് തെറാപ്പി നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജിത് ഉദ്ഘാടനം ചെയ്തു. മതിലകം BPOTS സജീവൻ അധ്യക്ഷത വഹിച്ചു. സ്പീച്ച് തെറാപ്പിസ്റ്റ് മനു, ഫിസിയോതെറാപ്പിസ്റ്റ് ശിവചന്ദ്, പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപിക VS ദീപ, റിസോഴ്സ് അധ്യാപകൻ KA ബാബിലു, G രേണുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 40 ദിവസങ്ങളിലായി ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്നിവ നടത്തും. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ ധ്വനി 2017 എന്ന പേരിൽ വാർഷികാഘോഷം, യാത്രയയപ്പ് സമ്മേളനം, അധ്യാപക രക്ഷാകർതൃ ദിനം എന്നിവ നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയെടുക്കുന്നു. മാറി മാറി വരുന്ന ഗവൺമെന്റുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നു. അതിലൊരു കൂട്ടായ്മ ഞാനിവിടെ എനിക്ക് കാണാൻ കഴിയും. മറ്റേതൊരു സ്കൂളിനേക്കാൾ ഉപരിയായി ഒരു വിദ്യാലയം തീർച്ചയായിട്ടും വളരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ PTA നന്നായിരിക്കണം, അവിടുത്തെ അധ്യാപകരെ HM നന്നായിരിക്കണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള രക്ഷാകർതകളുടെയും എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലേക്ക് ഒരു വിദ്യാലയത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. സത്യമാണ്. ഒട്ടനവധി വിദ്യാലയങ്ങളിൽ ഞാൻ നമ്മുടെ മണ്ഡലത്തിൽ അതിലപ്പുറത്ത് പല മണ്ഡലങ്ങളിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ലിറ്റി ചാക്കോ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി സമ്മാന വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മൽ C പാത്താടൻ രാജ്യപുരസ്കാര അവാർഡ് ദാനം നിർവഹിച്ചു. KM ലത, P സുശീലാദേവി, ഷീബ പോൾ, ബേബി പൗലോസ്, ശ്യാമള അയ്യപ്പൻ, ഫാദർ ജോസഫ് കണ്ണനായ്ക്കൽ, P വർഗീസ്, TN പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം OLF GHS സ്കൂൾ വാർഷികാഘോഷം നടന്നു. ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു. എന്ന് പറയും മണപ്പുറം ഫൈനാൻസിയേഴ്സിനെ പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം. മണപ്പുറം എന്ന് പറഞ്ഞാൽ വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ചേറ്റുവ മുതൽ കൊടുങ്ങല്ലൂർ വഴി ഇങ്ങനെ ഒരു നാട വിരിച്ചതുപോലെ, കസവ് നാട വിരിച്ചതുപോലെയുള്ള അതിമനോഹരമായ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു മണപ്പുറം. ആ മണപ്പുറത്തിൻ്റെ ഒരു ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടമാണ് മതിലകം, തൃക്കണ മതിലകം. ചിലപ്പതികാരം വായിക്കുമ്പോൾ, പതിറ്റപ്പത്ത് വായിക്കുമ്പോൾ, പ്രാചീന കൃതികൾ, സംഘകാല കൃതികളെല്ലാം വായിക്കുമ്പോൾ അതിൽ ഈ നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തല ഉയർത്തി നിന്ന ഒരു അതിമനോജ്ഞമായ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ഈ നാട്. ഇതേക്കുറിച്ച് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഈ അടുത്ത കാലത്ത് അന്തരിച്ച സിൽവേരി എന്ന ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കണം. PTA പ്രസിഡന്റ് KY അസീസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ, മതിലകം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോസഫ് കുന്നത്തൂർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനി റോയ്, പ്രധാന അധ്യാപിക EC ജെസി, മതിലകം BPOTS സജീവൻ, ലോക്കൽ മാനേജർ സിസ്റ്റർ റെനറ്റ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പുത്തഞ്ചിറ മാണിയങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കീഴ്ക്കാവിൽ ആസ്ഥാനത്തെ കുതിരയാട്ടം, പ്രസിദ്ധമായ തിരുവെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മാള അന്നമനട മറ്റൂക്കരൻ വീട്ടിൽ രാഘവൻ നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പുത്തഞ്ചിറ പകരപ്പള്ളി പുന്നശ്ശേരി വീട്ടിൽ മീനാക്ഷിയമ്മ മകൻ ദാമോദരൻ നായർ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
SN പുരം കട്ടൻ ബസാറിൽ വീട് ആക്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. മാള പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളുടെ സമരം രാഷ്ട്രീയ പകപോക്കലെന്ന് ഭരണസമിതി. ജില്ലയിൽ ന്യൂനപക്ഷങ്ങളെയും CPM-നെയും ടാർഗറ്റ് ചെയ്ത് ആസൂത്രിതമായ ആക്രമണങ്ങളാണ് RSSും സംഘപരിവാറും നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.